ഈ ലോറിൻ്റെ ഫ്രണ്ട് മൊത്തത്തിൽ പോയി. ആൾക്കാരെ കഥ എന്തായിരുന്നൊരു ഐഡിയ ഇല്ല. കണ്ടോ ഈ സൈഡത്തെ ഈ നമ്മളെ ഒരു ഡിവൈഡർ പോലത്തെ സംഭവം കൊടുക്കില്ല, അതിലൊക്കെ ഇടിച്ചിട്ട് സൈഡായി വന്നതാണ്. കണ്ടോ ഇവിടെയൊക്കെ സീറ്റൊക്കെ നാശമായി, വെട്ടി പൊളിച്ചിട്ട് എടുത്തതായിരിക്കണം. മൊത്തത്തിൽ പൊളിഞ്ഞു, ഫ്രണ്ടൊക്കെ പോയി. തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടിയാണ്. മറ്റേ വണ്ടീൻ്റെ സൈഡ് ഭാഗത്തേക്ക് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. സൈഡ് ഭാഗം മറ്റേ വണ്ടീൻ്റെ ഞാൻ കാണിച്ചു തരാം. എന്താണോ ഡീസൽ ടാങ്കിനൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടാണ്. അങ്ങനെ വന്നിട്ട് ഈ ടയറ് ഇതാണ്ടോ ഇതിൻ്റെ ഇവിടെയൊക്കെയാണ് അടിച്ച് തകർത്തുന്നതാണ്. ഇതൊക്കെ പൊട്ടി ആകെ ഇറപ്പായി. ഈ വണ്ടിക്ക് നേരെ വന്ന് കുത്തിയിട്ടാണ് ആ വണ്ടി. പക്ഷെ ആ വണ്ടിൻ്റെ കാര്യം ഇനി എടുക്കല്ല, മൊത്തം പോയി. നമ്മളൊക്കെ നാടിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, എന്തെങ്കിലുമൊക്കെ ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മാത്രം നമുക്ക് ഭയങ്കര പേടി, അതിൻ്റെതായ ഒരു ജാഗ്രതയിൽ ഹോട്ടലും വണ്ടി ഹോട്ടലൊക്കെ ആയിരിക്കും. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞാൽ അത് മറന്ന് പിന്നെ സാധാ നല്ല സ്പീഡിൽ ഓട്ടിയും, പിന്നെ ശ്രദ്ധയില്ലാത്ത ഡ്രൈവിങ്, ഓവർടേക്ക്, നിയമപരമല്ലാത്ത സ്ഥലത്തൊക്കെ കയറി ഓവർടേക്ക് ചെയ്യുക, അങ്ങനത്തെയൊക്കെ ഓരോ പരിപാടിയാണ്. നമുക്ക് ഉറക്കം വരികയാണെങ്കിൽ കുറച്ച് നേരം വണ്ടി ഒന്ന് സൈഡാക്കിയിട്ടിട്ട് ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ, കുറച്ച് നേരം ഒരു 10 മിനിറ്റത്തെ ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ അപകടങ്ങളൊക്കെ ഒരുപാട് കുറയ്ക്കാൻ കഴിയും. അപ്പോൾ ഇതിൽ നഷ്ടപ്പെട്ടത് ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് വീട്ടുകാർക്ക് മാത്രമാണ് നഷ്ടം. നമ്മളൊരു 15 മിനിറ്റ് വൈകി കഴിഞ്ഞാലും അതുകൊണ്ട് നഷ്ടം വരുന്നത് സാമ്പത്തിക നഷ്ടം മാത്രമാണ്. അത് നമുക്ക് എങ്ങനെയൊക്കെ നികത്താൻ കഴിയും. പക്ഷേ ജീവിതങ്ങൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് എന്തുകൊണ്ടും ഒന്നും കൊണ്ടും നികത്താൻ കഴിയാത്തില്ല. അതിനൊക്കെ സംഭവിച്ചിട്ടുള്ള ഓരോരോ എന്താ പറയുക, എന്താ പറയുക സ്ഥലത്തേക്ക് ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ നമ്മൾ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പരമാവധി ഉറക്കമൊക്കെ വരുമ്പോൾ സൈഡാക്കിയിട്ടിട്ട് ഉറക്കം ഒന്ന് ശരിയായതിനു ശേഷം മാത്രം വണ്ടി എടുത്ത് പോവുക.